ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ത്യയിൽ AI സബ്മിറ്റ് നടന്നായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇച്ചിരി 50-50 ആണ്. അത്ര മികച്ചതാണെന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. കാരണം ചൈന ഇതുമാതിരിപ്പെട്ട എക്സിബിഷൻസൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചില കമ്പനികളാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ റോബോട്ടിക്കൊക്കെ കൊണ്ടുവന്ന് അത് ചൈനയുമായിട്ട് കൊലാബറേറ്റ് ചെയ്ത് ആ ടെക്നോളജിയിൽ നിന്നും റോബോട്ടിക്കൊക്കെ നിർമ്മിച്ച് അതൊക്കെ കൊണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്യാതെ ഇതിന് അപ്രൂവലൊക്കെ കൊടുത്ത് ഇതിനെ AI സബ്മിറ്റിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചതൊക്കെ വളരെ മോശപ്പെട്ട പ്രവൃത്തിയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ AI സബ്മിറ്റ് ശരിക്കും നമ്മൾ ഡേറ്റാ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് മൾട്ടി ലിംഗ്വൽ AI ലാർജ് മോഡലൊക്കെ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തെങ്കിലും അതൊക്കെ നമുക്ക് ഡേറ്റാ സെൻറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് അതിനൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം എന്നുള്ളതിലുപരിയായിട്ട് മറ്റൊരു തരത്തിലും അവിടെ എക്സിബിറ്റ് ചെയ്തിരുന്ന പല കമ്പനികളും പലതരത്തിലുള്ള ഉടായ്പകൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു അതൃപ്തി കേന്ദ്രത്തിനുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതിനെക്കുറിച്ചുള്ള വിയോജിപ്പ് അതുപോലെ തന്നെ അപ്പോളജൈസ് ഇത് രണ്ടും തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിന് അപ്പോളജൈസ് ചെയ്യുക എന്നുള്ള അത്ര നല്ല പരിപാടിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇനിയിപ്പോൾ വരുന്ന വർഷങ്ങളിൽ ശരിക്കും എഫക്റ്റീവായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ സ്കൂൾ തലങ്ങളിൽ തൊട്ട് നമ്മൾ ഇതുമായിട്ട് പാഠപുസ്തകങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിലബസുകൾ ഉൾപ്പെടുത്തുകയും അതിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യക്കുള്ളിൽ സെലക്ട് ചെയ്യപ്പെടുന്ന പ്രോജക്റ്റുകൾ മാത്രമാണ് നമ്മൾ അവിടെ കൊണ്ട് അവതരിപ്പിക്കേണ്ടത്. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കമ്പനികളൊക്കെ വരാം, പക്ഷേ കമ്പനികൾ ഇതേപോലെ ചൈനീസ് സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന കമ്പനികളെയൊന്നും അവിടെ കയറ്റരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. പൊതുവിൽ ആ ഇൻവെൻഷൻ തികച്ചും ഓക്കെ, ചൈനയുടെ ഏതെങ്കിലും ഒരു ടെക്നോളജി ഇവർ കടമെടുക്കുന്നെങ്കിൽ ഓക്കെ, പക്ഷേ അതിൽ നിന്നും ക്രിയേറ്റീവ് ആയിട്ട് എന്താണ് പുതിയതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇവർ കൊടുത്തിരിക്കുന്നത്, ഒരു പ്രോഡക്റ്റ് എന്താണ്. ഇപ്പോൾ ചൈനീസ് റോബോട്ടിനെ കൊണ്ടുവന്നു, ആ റോബോട്ട് കൊണ്ട് വേറെ എന്തെങ്കിലും ഇവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ, അതാണ് നമ്മളവിടെ നോക്കേണ്ടത്. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് അപ്പോൾ അതേപടി തന്നെ ചൈനയുടെ റോബോട്ട് എടുത്തുകൊണ്ട് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് എന്താണ് ഇന്ത്യയുടെ AI എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ പ്രൊജക്റ്റ് ചെയ്യാനുള്ളത്? ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് വിമർശനാത്മകമായ രീതിയിൽ ശരിക്കും സെൻട്രൽ ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇപ്പം നമ്മളിപ്പം ഈ സ്കൂൾ തലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കല്ലോ സയൻസ് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഷോകൾ നടക്കുന്ന സമയത്ത് ഈ സയൻസ് ഫെയർ എന്നൊക്കെ സ്കൂളുകളിൽ നടത്താറുണ്ട്. അപ്പോൾ ശരിക്കും ഈ സയൻസ് ഫെയറിൽ സ്കൂൾ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഐറ്റംസ് ജില്ലാ തലത്തിലേക്ക് സ്റ്റേറ്റ് തലത്തിലേക്ക് പോയി മത്സരിക്കുമല്ലോ. അവിടെയൊക്കെ മികച്ച രീതിയിൽ അപ്രിസിയേഷൻ അർഹിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളുണ്ടാവും. അതാണ് നമ്മൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് AI ലിങ്ക് ചെയ്ത് നമ്മൾ നിലവിൽ AI എന്ന് പറഞ്ഞത് വലിയ സംഭവമായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. AI ഇപ്പോഴും ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അതായത് നമ്മൾ AI ഇന്ററാക്ട് ചെയ്യുമ്പോൾ AI തരുന്ന റെസ്പോൺസ് ഇതെല്ലാം തന്നെ ലാംഗ്വേജ് മോഡൽ ഇന്ററാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. ആ ലെവലിലാണ് AI നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ AI എല്ലാം മാറ്റിമറിച്ച് കളയും നമ്മൾ വിചാരിക്കരുത്. ഇതിനേക്കാളും കൂടുതൽ AI ഇനിയും കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ബിയോണ്ട് ദ ലെവലിൽ എപ്പോഴും ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ച് കുട്ടികൾക്ക് അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൽ എന്ത് പഠിപ്പിക്കുന്നു, AI എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയൊരു ഷോർട്ടായിട്ടൊരു 10 മിനിറ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ആ ക്ലാസ്സുകളിൽ AI കൊണ്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈഡ് വർക്ക് അഥവാ നമ്മൾ എങ്ങനെയാണ് ഒരു AI കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, എങ്ങനെയാണ് AI നമ്മുടെ ലൈഫിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അവിടെ ധരിപ്പിക്കാമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സെമിനാർസ്, അതായത് AI ബന്ധപ്പെട്ട് നോളജുള്ള ഒരുപാട് ടെക്കുകളുള്ള നാടാണ് ഇന്ത്യ. അപ്പോൾ അവരെ കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് സെമിനാർ, വ്യത്യസ്ത തരത്തിലുള്ള 20 മിനിറ്റ്സ് ഷോർട്ട് ടൈം സെമിനാർസ് സംഘടിപ്പിക്കായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിവേ ഇത്തവണത്തെ AI സബ്മിറ്റ് അത്ര മികച്ച രീതിയിലല്ല ഓർഗനൈസ് ചെയ്തിരുന്നത് എന്നാണ് അഭിപ്രായം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്നലെ ബോംബെയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബോംബെയിൽ ഇറങ്ങിയ മാക്രോൺ രാവിലെ ഒരു ബർമുഡയും ബനിയനൊക്കെ ഇട്ടുകൊണ്ട് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങി ഉടനെ തന്നെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും പുറകെ തന്നെ ഓടേണ്ട ഒരു സാഹചര്യമായി. പാവപ്പെട്ട സെക്യൂരിറ്റിയൊക്കെ പുറകെ കിടന്ന് ഓടുന്നുണ്ട്. അയാൾ ഓടിയിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ഈ മാക്രോണിൻ്റെ പുറകെ ഓടേണ്ട സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ മാക്രോൺ പോകുന്ന രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. എനിവേ അതൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ മീറ്റിങ്ങുകൾ ഓരോന്നായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ ഇന്ത്യയിൽ ഹെലികോപ്റ്റർ H-125 നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫാക്ടറി ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 60-40 എന്നുള്ള നിലയിലാണ് ഇൻഡിജിനിയസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് കരാറുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു തിരുത്ത് വരുത്തിക്കൊണ്ട് 50% റഫേൽ ഫൈറ്റർ ജെറ്റ് ഫ്രാൻസ് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് ഡെലിവറി ചെയ്യും.
ബാക്കി 50% ഇൻഡിജീനിയസ് ആയിട്ട് ആത്മനിർഭർ ഭാരത് അഥവാ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ 50% ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്കുള്ളിൽ അസംബിൾ ചെയ്യാനാണ് ധാരണയായിരിക്കുന്നത്. And you can be very proud. Thank you so much. Thank you. Thank you. Thank you. Thank you. Thank you. Thank you. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ തന്നെ, വളരെ വൈകാതെ തന്നെ ഫ്രാൻസുമായിട്ട് ഇന്ത്യ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉടനെ ഇത്തവണത്തെ വിസിറ്റിൽ അത് ഫുൾഫിൽ ആവില്ല. പക്ഷേ അതിൻ്റെ ചർച്ചകൾക്ക് തുടക്കം കുറിച്ച സാഹചര്യത്തിൽ വൈകാതെ തന്നെ വരുന്ന ഒരു 6-7 മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ ഫ്രാൻസുമായിട്ടും ഇന്ത്യ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സിറിയയിൽ നിന്നും 35 IS ഭീകരരെ ഓസ്ട്രേലിയയിലേക്ക് കയറ്റി അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായിട്ട് സിറിയ കോർഡിനേറ്റ് ചെയ്ത് സംസാരിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയ ആ തീരുമാനത്തിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങളുടെ രാജ്യത്ത് തീവ്രവാദികളെ കൊണ്ട് ഇറക്കി വിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ IS വേണ്ടി പോകുന്നവരുടെ അവസ്ഥയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ IS പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറി പാർത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ കുടുംബമായിട്ട് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഈ 35 പേരും ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. ചെറിയ പ്രായത്തിൽ പോയതാണ്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ നല്ല പ്രായമുണ്ട്. ശരിക്കും ഈ 2010-11 കാലഘട്ടങ്ങളിൽ പോയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇതാ 2026 ആയി. അവർ പോയ സമയത്ത് തന്നെ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു യങ് ഏജിലാണ് പോയത്. ഇപ്പോൾ അവർക്ക് മക്കളായി. അങ്ങനെ ഒരു കുടുംബം, ഓസ്ട്രേലിയൻ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ 35 പേർക്കാണ് ശരിക്കും സിറിയ ഓസ്ട്രേലിയയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചത്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിരസിച്ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. IS പോയതിൻ്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെ. ഇപ്പോൾ സ്വർഗ്ഗത്തിലും പോകണ്ട, ഇപ്പോൾ IS വേണ്ട, ഇപ്പം ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും സ്വന്തം നാട്ടിലെത്തിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. ഈ ISൻ്റെ ആശയങ്ങളിൽ അഥവാ മതപരമായിട്ടുള്ള നിലപാടുകളിൽ കൂടുതൽ ആവേശഭരിതരായിട്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഈ വക വാർത്തകളൊക്കെ അവർ കേൾക്കേണ്ടതാണ്. ദൈവത്തിനെ രക്ഷിക്കാൻ പോയ ആൾക്കാർ ഇപ്പം സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ കിടന്ന് എഴുതുകയാണ്. അടുത്ത നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജനീവയിൽ വെച്ചിട്ട് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചിയും അതേപോലെ IAEAയുടെ ചെയർപേഴ്സണായിട്ടുള്ള ഗ്രോഷിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ, അതായത് 2 ആഴ്ചയ്ക്ക് നടത്തിയ ചർച്ചയിൽ കുറേ പോയിന്റ്സ് അവിടെ ഡെവലപ്പായി വന്നു. അപ്പോൾ ആ പോയിന്റ്സിനെ തുടർന്ന് അബ്ബാസ് അരക്ചിയെ നിങ്ങൾ പോകരുത്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാരണം നമ്മൾ സെക്കൻഡ് റൗണ്ട് ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 7 ദിവസമൊക്കെ പൂർത്തിയായി. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ചർച്ച നടത്തിയേക്കാന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അബ്ബാസ് അരക്ചി അവിടെ വെച്ച് ലോക്ക് ചെയ്ത് ജറാദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും 2 പേരും അവിടെ പ്രത്യക്ഷപ്പെട്ടു. IAEAയുടെ മെമ്പേഴ്സ് കുറച്ച് ടൈം ലൈൻ ചോദിച്ചിട്ട്, കാരണം അവർക്ക് ഡിസിഷൻ എടുക്കണമല്ലോ, അപ്പോൾ ടൈം ലൈൻ ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നു അബ്ബാസ് അരക്ചിയെ. അത് കഴിഞ്ഞിട്ട് ഈ IAEA ടീം അവിടെ തന്നെ ജറാദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം അബ്ബാസ് അരക്ചിയെ അറിയിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, 2 ആഴ്ചയ്ക്കുള്ളിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി എൻറിച്ച്മെൻറ്റ് ചെയ്ത് പൂർത്തിയായ യുറേനിയം പോലത്തെ സാധനങ്ങൾ ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊപ്പോസൽ ഇറാൻ തയ്യാറാക്കി IAEAക്ക് കൊടുക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. 2 ആഴ്ചയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന കാലപരിധി. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ റെസ്പോണ്ട് ചെയ്യണം. ഇപ്പം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. കാരണം അമേരിക്കയ്ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ആയത്തുൽ അലി ഖമനേയിയുടെ ട്വിറ്റർ പേജിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ ചർച്ച വിയന്നയിൽ നടന്നു കഴിഞ്ഞ ആ മൊമെന്റിൽ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ കപ്പലുകളെ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അങ്ങനെ മുക്കിക്കളയുമെന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അമേരിക്കയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ് ആയത്തുൽ അലി ഖമനേയുടെ ട്വീറ്റ്. കാരണം ആയത്തുൽ അലി ഖമനേയി ഈ ബങ്കറിനുള്ളിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ അറിയുന്നില്ല പോലും ഈ പുറത്ത് നടക്കുന്ന ചർച്ചകളും ഈ കോലാഹലങ്ങളൊന്നും ആയത്തുൽ അലി ഖമനേയി അറിയുന്നില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഒരു സുപ്രഭാതത്തിൽ തോന്നി അമേരിക്കയ്ക്കെതിരെ ഒരു ട്വീറ്റ് ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് തലങ്ങും നോക്കാതെ ഒരു ട്വീറ്റ് അങ്ങ് ഇട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക വളരെ സെൻസിബിൾ ആയിട്ടാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം കടലിൻ്റെ ഉള്ളിലൊക്കെ വന്ന് നിന്ന് ഒരു രാജ്യത്തിനെ, ലാൻഡ് സുപ്പീരിയോറിറ്റി ഉള്ള രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, അമേരിക്ക പലപ്പോഴായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങൾ അമേരിക്കയെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് അമേരിക്ക കുറേ ഫൈറ്റർ ജെറ്റുകൾ വീണ്ടും മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് ലോഡ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് 18ഓളം F-22, 18 F-35, 12 F-2 കാറ്റഗറിയിലുള്ള വിമാനങ്ങൾ, അതുപോലെ 2 AWACS റഡാർ കോർഡിനേറ്റ്സിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന സർവൈലൻസ് വിമാനങ്ങൾ, ഇതുപോലെ പല സാധനങ്ങൾ ഇപ്പോഴും മിഡിൽ ഈസ്റ്റിലേക്ക് ചറപറാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിന് ട്രംപ് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയാണ് സിറ്റുവേഷൻസ് അവിടെ ഡെവലപ്പ് ആകുന്നത്. പക്ഷേ അതേസമയം നോട്ടം പ്രഖ്യാപിച്ച് ഒരു 8 മണിക്കൂർ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കംപ്ലീറ്റ് പ്രാക്ടീസ് നടത്തിയതോടുകൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് മുഴുവനായിട്ടും ഇറാൻ്റെ കൺട്രോൾ വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ശരിക്കും ഇറാന്റെ ഫുൾ കൺട്രോൾ വന്നിരിക്കുകയാണ്. എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രൊപ്പോസൽ ന്യൂക്ലിയർ എൻട്രിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പോസൽ 2 ആഴ്ചക്കകത്ത് കൊടുക്കണമെന്നാണ് അമേരിക്കയുടെ സൈഡിൽ അഥവാ IAEAയുടെ സൈഡിൽ നിന്നും വെച്ചിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ അബ്ബാസ് അരഗ്ചി അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തേക്ക് ഞങ്ങൾ എൻറിച്ച്മെന്റ് ചെയ്യില്ല. എൻറിച്ച്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന യുറേനിയം പോലത്തെ സംഗതികളെയൊക്കെ ഞങ്ങൾ റഷ്യയിലേക്ക് മാറ്റാം. പിന്നെ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോ കോംപ്രമൈസ്, അത് ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങളുടെ എതിരാളി ഇസ്രായേലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മിസൈൽ ആവശ്യമുണ്ട്, അതിൽ നോ കോംപ്രമൈസ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സാങ്ഷൻസ് എടുത്ത് മാറ്റണം, ഉപരോധങ്ങൾ എടുത്ത് മാറ്റണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് അബ്ബാസ് അരഗ്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പ്രശ്നം നീണ്ടു പോകുന്നത്. ഇത് ഒരു പരിധിവരെ ഇങ്ങനെ നീണ്ടു പോകും ചർച്ച. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ കയറി അങ്ങ് അടിക്കും എന്നാണ് തോന്നുന്നത്. കാരണം 2 കക്ഷികളും വിട്ടുകൊടുക്കുന്നില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളാണ് അടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അടുത്തൊരു വിഷയം വെച്ചാൽ ലിൻസി ഗ്രഹാം പറഞ്ഞിരിക്കുന്നത് ആയത്തുൽ അലി ഖമനേയ്ക്ക് 1 മാസം സമയം കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് പൊട്ടിക്കേണ്ടി വരും. കാരണം ഇറാന്റെ പെരുമാറ്റം അങ്ങനെയാണ് എന്നാണ്. ഇറാന്റെ നിലപാടുകൾ ഈ അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇതൊന്നും ഡൈജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതിങ്ങനെ ചർച്ച എന്നുള്ള നിലയിൽ കുറച്ച് ഇങ്ങോട്ട് നീണ്ടുപോകും. പക്ഷേ തീർച്ചയായിട്ടും 1 മാസത്തിനുള്ളിൽ തന്നെ ഇറാന്റെ മേളിൽ ആക്രമണം നടത്തേണ്ടി വരും എന്നുള്ളതാണ് ലിൻസി ഗ്രഹാം പറഞ്ഞിരിക്കുന്നത്. ഈ ലിൻസി ഗ്രഹാം അമേരിക്കൻ കോൺഗ്രസിൽ ഒരു സെനറ്ററാണ്, റിപ്പബ്ലിക്കൻ സെനറ്ററാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഉള്ളിൽ വളരെ ശക്തമായ സ്വാധീനമുള്ള കക്ഷികളിൽ ലിൻസി ഗ്രഹാം ഒരാളാണ്. പുള്ളിക്കാരൻ ഇന്ന് UAE എത്തിയിട്ടുണ്ട്. ലിൻസി ഗ്രഹാം UAE വരുന്നതിന്റെ കാരണം പല രീതിയിലുള്ള നെഗോസിയേഷൻ സ്റ്റോക്ക്, പ്രത്യേകിച്ച് ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ടോക്ക് UAE വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അടുത്ത റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളിക്കാരൻ വരുന്നത് ലിൻസി ഗ്രഹാം. അപ്പം ഓൾറെഡി തന്നെ ഇന്ന് ജനീവയിൽ റഷ്യയും ഉക്രൈനും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നാളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് അവിടെ ചർച്ച നടക്കുകയാണ് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. പ്രത്യേകിച്ച് ഈ ലാൻഡ് സ്വപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ലിൻസി ഗ്രഹാം പറഞ്ഞിരിക്കുന്നത്, നെതന്യാഹു ലാസ്റ്റ് വീക്ക് അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്കും ലിൻസി ഗ്രഹാമിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതായത് UAE ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ MBZ പുള്ളിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് ഇസ്രായേലും UAEയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായ ബന്ധമാണ് സിൻസ് 2020. അത് മുതൽ ഇങ്ങോട്ട് ഈ അബ്രഹാം അക്കോർഡിൽ സൈൻ ചെയ്ത തൊട്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, ടെലവീവും അബുദാബിയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാണ്. UAE ഇസ്രായേൽ ചോദിക്കുന്നതിൽ അധികമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളൊരു എഗ്രീഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നുള്ളൊരു അപ്രിസിയേഷൻ നോട്ടാണ് നെതന്യാഹു ലിൻസി ഗ്രഹാമിലൂടെ പറയിപ്പിക്കുന്നത്. അത് നെതന്യാഹു കൃത്യമായിട്ട് UAEയുടെ റിലേഷൻഷിപ്പിനെ പ്രൈസ് ചെയ്ത് സംസാരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ വീഡിയോകളൊക്കെ തുടർച്ചയായിട്ട് കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നെതന്യാഹു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലിൻസി ഗ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് അമേരിക്കയിലുള്ള മാധ്യമങ്ങളിൽ തന്നെ പറയിപ്പിക്കുന്നത് എന്നുള്ളത് ഈ സമയത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. സൗദി അറേബ്യ UAEക്കിട്ട് പണിതിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, MBSന് കൂടുതൽ സപ്പോർട്ട് വേണ്ട ഒരു സാഹചര്യം. അപ്പോൾ അതിന് ഇന്ത്യ, ഇസ്രായേൽ, UAEയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെയിൻ ഇവിടെ ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ് സീയുടെ ഭാഗത്ത് കൃത്യമായിട്ട് സൊമാലിലാൻഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇസ്രായേൽ UAEയുമാണ് അവിടെ ശക്തമായിട്ട് സൊമാലിലാൻഡിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യത്തിനെ പിന്തുണയ്ക്കുന്ന തുർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ ആ കൂട്ടുകെട്ടിന് ഒരു ബദലാണ് ഇപ്പുറത്തെ സൊമാലിലാൻഡിൽ UAEയും ഇസ്രായേലും ഇന്ത്യയും എത്യോപ്യയും അടങ്ങുന്ന ഒരു കൂട്ടുകെട്ട്. ഇങ്ങനത്തെ ഒരു ഫോർമുല റെഡ് സീയിൽ രൂപപ്പെടുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ വ്യാപാര ചരക്ക് നീക്കങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം തന്നെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ അവിടെ ആഫ്രിക്കൻ റീജിയനിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ സ്വർണ്ണക്കുളം നടത്താൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയും കൂട്ടരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പല വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സൊമാലിയയുടെ ഭാഗത്ത് തുർക്കി ഇപ്പം എണ്ണ കുഴിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കൻ മേഖലയിലുള്ള നിർണായകമായിട്ടുള്ള അസറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ കൊള്ളയടിക്കാൻ അവർ തുടങ്ങിയിട്ടുണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ വേറൊരു ഗ്രേ സൈഡ് ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഹൂത്തികളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സൊമാലിലാൻഡ്. ഹൂത്തികളെ വളരെ എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പോയിന്റാണ്. UAEയുടെ 170 സോൾജേഴ്സ് കൊല്ലപ്പെട്ടത് ഈ ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണത്തിലാണ്. ഹൂത്തികളാണ് ഈ ഉറങ്ങിക്കിടന്ന UAE സോൾജേഴ്സിനെതിരെ ബോംബിട്ടത്. അപ്പോൾ ഹൂത്തികളുമായിട്ട് ആ ഒരു വൈരാഗ്യം UAEക്കുണ്ട്. സൗദി അറേബ്യയ്ക്ക് ആ വൈരാഗ്യമില്ല. സൗദി അറേബ്യ അതിനെയൊക്കെ സിമ്പിളായിട്ട് മറന്നു കളഞ്ഞിട്ട് അവർക്ക് പൈസയും കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ This trip is a special trip for me. It's putting a fine point on something I've been working on for over 2 years. I leave from here to go to the United Arab Emirates. Bibi wanted me to tell the press that he's amazed by the level of cooperation and the significance of the partnership of the United Arab Emirates with Israel. That MBZ has done everything asked and then some. That they've been a stalwart partner, reliable partner under difficult circumstances. And I want to go there tomorrow and acknowledge MBZ's leadership and suggest that America improve its capability
to defend the United Arab Emirates and the region. ഇവിടെ ഹൂത്തികൾക്കെതിരെയുള്ള നിലപാടിൽ UAE-യും അതുപോലെ തന്നെ ഇസ്രായേലും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പം വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇറാനിൽ നിന്നും 203 കിലോ മയക്കമരുന്ന് അത് ഇന്ത്യക്കുള്ളിൽ ഗുജറാത്ത് ബോർഡറിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇന്ത്യ സീസ് ചെയ്ത് ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇറാന്റെ ചബഹാർ പോർട്ടിൽ നിന്നാണ് ഇന്ത്യക്കുള്ളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ഇപ്പം തുടരെ വിജിലന്റ് ആയിട്ട് സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തി അവിടെ നിന്ന് നടക്കുന്ന എല്ലാ ഉടായ്പകളെയും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ചെറിയ വിഷയം പോലും ഇപ്പം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട്. 3 ഇല്ലീഗൽ ടാങ്കർ ഷിപ്പുകളെ നമ്മൾ പിടിച്ച് മുംബൈ പോർട്ടിൽ ഡോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ അടുത്ത് ചബഹാർ പോർട്ടിൽ നിന്ന് മരുന്ന് കടത്തിയ ഈ ഒരു 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇറാനെതിരെയുള്ള നടപടികൾ ഇന്ത്യ ശക്തമായി എടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇസ്രായേൽ ബെക്ക വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് ലെബനാന്റെ ഉള്ളിൽ. കാരണം അവിടെ ലെബനാനും സിറിയയ്ക്കും ഇടയിൽ ഏറ്റവും കൂടുതൽ ഈ മരുന്ന് കടത്ത് അതേപോലെ ആയുധക്കടത്ത് എല്ലാം അതും ആ വഴിയിൽ നടക്കുന്നുണ്ട്. സിറിയയ്ക്കും ലെബനാനും ഇടയിൽ ഏറ്റവും കൂടുതൽ സ്മഗ്ലിംഗ് നടക്കുന്ന ഏരിയയെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. അത് കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ബെക്ക വാലി എന്ന് പറയുന്നത് കുറച്ച് ഇസ്രായേലിൽ നിന്നും സദൻ ലെബനാന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ലിറ്റാനി റിവറിൽ നിന്നും കുറച്ചുകൂടെ താഴോട്ടാണ്. അപ്പോൾ അത് ഈ ഹെർമോൺ മലനിരകളിൽ നിന്ന് മാത്രമേ കൃത്യമായിട്ട് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇസ്രായേൽ കൃത്യമായിട്ട് അവിടെ സർവൈലൻസ് നടത്തി ഈ ബെക്ക വാലിയിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. 7 ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പമുള്ള കളി തോറ്റതിനെ തുടർന്ന് അവരുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ വല്ലാത്ത അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് അസിം മുനീർ. പ്രത്യേകിച്ച് മൊഹ്സിൻ നഖ്വിയുടെയൊക്കെ പൊസിഷൻ തെറിക്കുമെന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും അഴിച്ചുപണി തുടരട്ടെ. നമ്മൾ നേരെ ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഇത്തവണ സൂപ്പർ 8-ൽ പോലും എത്താൻ പറ്റാത്ത രീതിയിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പരാജയപ്പെട്ട് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അതാണ് സാഹചര്യം. കാരണം ഇവർ കഴിഞ്ഞ തവണ കപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കപ്പിൻ്റെ മേളിൽ കാല് വെച്ച് വല്ലാത്ത രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടരെ ഞങ്ങൾ വേൾഡ് കപ്പ് വിജയിച്ച് ഒരു ഓവർ കോൺഫിഡൻസ്, ആ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഇപ്പം വിനയായിരിക്കുന്നത്. സിംബാബ്വേയോടുള്ള മത്സരത്തിലാണ് ഏറ്റവും ലാസ്റ്റ് അവർ തോറ്റ് ഇവർ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. സിംബാബ്വേക്ക് സൂപ്പർ 8-ലേക്ക് എൻട്രി ലഭിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഈ ചൈനീസ് എംപ്ലോയേഴ്സിന് മേളിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചൈനയെ ബോധ്യപ്പെടുത്താനോ എന്താണ് നമുക്കറിയില്ല. ഇവർ നേരെ പോയിട്ട് ബലൂചിസ്ഥാൻ മേഖലയിൽ ആക്രമണം നടത്തി 17 തീവ്രവാദികളെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. എന്തിനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് സർക്കുലേറ്റ് ആയില്ല. അതിനു മുമ്പ് തന്നെ ബലൂചിസ്ഥാന്റെ സൈഡിൽ നിന്ന് BLA-യുടെ ആർമി അടുത്ത പോസ്റ്റ് അവരിട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഒരു പാകിസ്ഥാൻ ആർമി ക്യാമ്പിൻ്റെ ഉള്ളിൽ വണ്ടി ഇടിച്ചാൽ കയറ്റാണ്. അത് പൊട്ടിത്തെറിച്ച് 11 പാക് സോൾജേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. അതായത് ബാക്ക് ടു ബാക്ക് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അറ്റാക്ക് നടത്തുക ആ പരിപാടിയൊന്നുമില്ല. നേരെ വണ്ടിക്കുള്ളിൽ ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, വണ്ടി അങ്ങ് ഇടിച്ച് കയറ്റി വിടുക. ഈ മിലിറ്ററി ക്യാമ്പിൽ വണ്ടി കയറി പൊട്ടിത്തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന 11 പാക് സോൾജേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.